Chapter 3 Saza. Before starting the video, if you want more videos, please write which class, chapter name and chapter number in the comment box. Please like, share and subscribe to know more videos. क्लास തുടങ്ങാം. बहुत दिनों बाद गांव लौटना कितना സുഖദ് होता है. കുറേ നാളത്തെ ശേഷം സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് വരുന്നതൊക്കെ എന്തൊരു രസമുള്ള കാര്യമാണ്. ये बात वो ही जानते हैं जिन्होंने अपने बचपन को बहुत चाहा हो. ഈ കാര്യങ്ങളൊക്കെ അവർക്കേ ആസ്വദിക്കാൻ പറ്റുള്ളൂ ആരാ അവരുടെ ചൈൽഡ്ഹുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും ആവാം, കളിയാവാം, വീട്ടിലിരിക്കണതാവാം, പാടത്ത് പോകുന്നതാവാം, എങ്ങനെ വേണമെങ്കിലും. മേരെ ലിയെ മേരെ ബച്പൻ കെ മായനെ ഹെ. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഹരി ഭരി ഘാസ് മേ മെഹക്തെ मैदान ഉൻ मैदानों में फैली खामोशी. ഇത് പാടത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹരിബരി ഗ്രീനറി നിറഞ്ഞ പാടങ്ങൾ, മൈതാനങ്ങൾ, അവിടുത്തെ സൈലൻസ് जो धीमी से धीमी आवाज़ में झंकृत हो उठते हैं. നല്ല കാറ്റ് ഒക്കെ വീശണത്. पीपल के सघन झुरमुटों के बीच से एकाएक दिखाई देने वाले सुनहरी पक्षी के गीत. എന്താ മരങ്ങളുടെ ഇടയിൽ, പീപ്പിൾ മരങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന നല്ല ബ്യൂട്ടിഫുള്ളായുള്ള പക്ഷികൾ, അതൊക്കെയാണ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറുപ്പത്തിലെ ഓർമ്മകൾ. बहुत वर्षों के बाद मैं गाँव लौटा था. കുറേ നാളത്തെ ശേഷമാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. गाँव में बहुत कुछ बदल गया था पर समुद्र तट वाला विस्तृत क्षेत्र अभी वैसा का वैसा ही था. എല്ലാം അങ്ങോട്ട് കുറേയൊക്കെ മാറി, പക്ഷേ ഈ സമുദ്രത്തട്ട്, കടൽ തീരത്തെ വിശാലമായ മൈതാനം ഉണ്ടല്ലോ, വിസ്തൃത് ക്ഷേത്ര പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ മൈതാനം, അത് മാത്രം അതുപോലെ ഉണ്ടായിരുന്നു. സമുദ്രത്തട്ട് पर आकर मैं खड़ा हुआ. സമുദ്രത്തട്ട് അതായത് കടൽ തീരത്ത് വന്നിട്ട് ഞാൻ അവിടെ നിന്നു. എന്നിട്ട് മുझे ഗണിത് വാലെ മാസ്റ്റർ ജി യാദായ. അവിടെ വന്ന് നിന്നപ്പോഴാണ് എന്നെ പഠിപ്പിച്ച മാത്സ് ടീച്ചറിനെ എനിക്ക് ഓർമ്മ വന്നത്. വേ യഹി രഹത്തെ थे. അവർ ഇവിടെ തന്നെയായിരുന്നു താമസം. ഹരി സുന്ദർ ബാഡ് ലഗ ആംഗൻ ഓർ ഛോട്ടാ സാ മക്കാൻ. ഹരി സുന്ദർ ബാഡ് ലഗ ആംഗൻ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ് സുന്ദരമായ ഒരു വേലി കെട്ടിയ മുറ്റവും ഒരു ചെറിയ ബിൽഡിങ്ങും, ഓക്കെ, ഒരു വീട്. उन दिनों हम लोग शिक्षकों से बहुत डरते थे पर कभी कभी उनका मजाक भी उड़ाते थे. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സിന് ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ ഒപ്പത്തിനൊപ്പം നമ്മൾ അവരെ കളിയാക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. हवा के शुद्ध स्वच्छ महासागर में जिस तरह से धुएं के प्रदूषण की पहली धारा प्रविष्ट होती है, उसी तरह जब मैं थोड़ा बड़ा हुआ तो मेरे तरल श्वास में एक प्रदूषण घुमटने लगा. എങ്ങനെയാണോ സമുദ്രത്തിൽ ഈ ഫാക്ടറീസ് നിന്ന് വരുന്നതൊക്കെ പൊല്യൂഷൻ ഉണ്ടല്ലോ, പൊല്യൂഷൻ്റെ ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ആ കാറ്റുകളൊക്കെ അതെങ്ങനെയാണ് സമുദ്രത്തട്ടിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ അലിയണത്, അതുപോലെയായിരുന്നു ഞാൻ കുറച്ചും കൂടി വലുതായപ്പോൾ. അപ്പോൾ എൻ്റെ തരൽ ശ്വാസ്മേ ഏക് പ്രദൂഷൺ ഘുമട്നെ ലഗ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രായത്തിൽ എനിക്കും ചില പ്രദൂഷണം എന്ന് പറയുമ്പോൾ ഇവിടെ ബാഡ് തോട്ട്സ് ഓർ ബാഡ് തിങ്കിങ് ഒക്കെ വരാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. मेरे पिताजी ने स्कूल के भवन निर्माण के लिए बहुत सा धन दिया था. എൻ്റെ അച്ഛൻ സ്കൂൾ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കുറേ പൈസ ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. वे प्रबंधकारिणी समिति में थे और एक बड़े वकील होने के कारण उनकी खासी प्रतिष्ठा थी. പ്രബന്ധകാരിണി സമിതി പറഞ്ഞ മാനേജ്മെൻറ്റ് ടീം, ബഡേ വക്കീൽ होने के कारण खासी പ്രതിഷ്ഠ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അന്തസ് ഉണ്ടായിരുന്നു അവർക്ക്, അവരൊരു വക്കീലായ കാരണം. इस बात को मुझे तब पता चला जब उन्होंने मुझसे एक बार पूछा, तुम्हारे मास्टर तुम्हें ठीक से पढ़ाते तो है, कोई तुम्हें तंग करे तो बताना, सीधा कर दूंगा उसे. ഈ കാര്യം ആക്ച്വലി എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞു, നിൻ്റെ മാസ്റ്റർ നിന്നെ ശരിക്കല്ലേ പഠിപ്പിക്കണത്, ആരെങ്കിലും നിന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ നേരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. पहले तो मैं സ്തംഭിത് रह गया. സ്തംഭിത് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് തോന്നി. കാരണം എന്താ, നാട്ടേ കത്ത് പറഞ്ഞാൽ ഷോർട്ട് ഹൈറ്റും ദുബ്ലെ പത്ലെ, ഒട്ടും ശക്തിയില്ലാത്ത അല്ലെങ്കിൽ വീക്കായിട്ട് മെലിഞ്ഞ ഒരു ആളാണ് എൻ്റെ അച്ഛൻ. ജി ഹമാരെ താക്കത്വർ ഹട്ടേക്കട്ടെ മാസ്റ്റർ ജി കോ കേസെ സീധാ കർ സക്കേങ്കെ. അങ്ങനത്തെ ഒരാൾ, എൻ്റെ അച്ഛൻ അങ്ങനത്തെ ഒരാൾ, ഹട്ടേക്കട്ടെ പറഞ്ഞാൽ ഒരുവിധം വെയിറ്റുള്ള ഒരു എൻ്റെ മാസ്റ്ററിനെ എങ്ങനെയാണ് ശരിയാക്കുക. ബാദ് മേ സമझा
पूछा कि वह पैसों और प्रतिष्ठा की ताकत थी जिसने उन्हें यह कहने की शक्ति दी थी. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ്റെ പൈസയും പ്രതിഷ്ഠയും വെച്ചിട്ടൊക്കെയാണ് അച്ഛൻ ഇങ്ങനത്തെ സംസാരിക്കുന്നത്. അടുത്തത്, उन दिनों मैंने एक अपराध किया. उन दिनों मैंने एक अपराध किया. हाँ, उन दिनों मैंने अपराध किया. अपराध तो उसे आज कह रहा हूँ. उन दिनों तो वह एक पराक्रम था. ആ സമയത്ത് ഞാൻ ആ ഒരു ഏജ് ഉണ്ടല്ലോ, ആ സമയത്ത് ഞാനൊരു തെറ്റ് ചെയ്തു. അപ്രാധ് തോ ഉസെ, ഇപ്പോഴാണ് ഞാൻ അതിനെ തെറ്റെന്ന് പറയണത്. ആ സമയത്തൊക്കെ അത് ഒരു കറേജ് അല്ലെങ്കിൽ നമ്മൾ ആ പ്രായത്തിൽ ചെയ്യണ ഒരു കാര്യമായിട്ടേ കണക്കാക്കിയിരുന്നുള്ളൂ. ഗണിത് की परीक्षा थी. मैथ्സിൻ്റെ एग्ज़ाम ആയിരുന്നു. परीक्षा से पहले के दिनों में मैंने अब बहुत मौज मस्ती की थी. बहुत सैर सपाटे किए थे. सैर सपाटे പറഞ്ഞാൽ കറക്കം ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മസ്തി അടിച്ചു എന്ന് തന്നെ പറയാം. പഠിച്ചിട്ടൊന്നുമില്ല. മേരെ ദോസ്ത് भी मेरे तरह थे. എൻ്റെ കൂട്ടുകാരും അങ്ങനെ തന്നെയായിരുന്നു. पर उन लोगों ने अंतिम दिनों में मेरी परीक्षा की तैयारी कर ली थी. പക്ഷെ അവരൊരു കാര്യം ചെയ്തത്, അവർ പരീക്ഷയുടെ അതായത് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആയപ്പോൾ, എക്സാമിൻ്റെ അടുത്തൊക്കെ ആയപ്പോൾ ആണ് അവർ കറക്റ്റായിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്തു. അക്കേലെ मैं ही रह गया था बिना कोई तैयारी किए. ലാസ്റ്റ് ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയി. പരീക്ഷ में मुझे कुछ भी नहीं आया. എക്സാമിൽ എനിക്ക് ഒന്നും വന്നില്ല. आधे घंटे तक कोशिश करने के बाद भी मुझसे पहला सवाल हल नहीं हुआ था. ഹാഫ് ആൻ അവറിനെ ട്രൈ ചെയ്തിട്ടും കൂടി എൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ശരിയായില്ല. मैं अंदर ही अंदर कांपने लगा. फेल होना बहुत बड़ी बेइज्जती थी. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഫെയിൽ ആവണതൊക്കെ ഒരു ഇൻസൾട്ടുള്ള കാര്യം അല്ലേ. मैंने एक चिट लिखकर पास वाले लड़के के पास खिसका दी. मुझे सवाल नहीं आता, अपनी नकल कर लेने दो. ഞാനൊരു ചിട്ടിൽ എഴുതി എൻ്റെ അടുത്തുള്ള കുട്ടിക്ക് കൊടുത്തു. എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ല, എനിക്കൊന്ന് കോപ്പി ചെയ്യാൻ സഹായിക്കുമോ. मास्टर जी की निगाह बचाकर उसने अपनी कॉपी इस तरह से रख दी थी कि मैं सब कुछ देख सकूं. മാസ്റ്റർ ജി കാണാണ്ട് അവൻ കോപ്പിയൊക്കെ തിരിച്ചു തന്നു. എന്നിട്ട് ഞാൻ കോപ്പി ചെയ്യാനും തുടങ്ങി. मैं तेज़ी से नकल करने लगा. तभी अचानक मेरी गर्दन पर किसी का हाथ पड़ा. यह गणित वाले मास्टर जी का हाथ था. അപ്പോഴാണ് എൻ്റെ ഗർദൻ പറഞ്ഞ ഷോൾഡർ, നെക്കും ഷോൾഡറിൽ ഇങ്ങനെ നമ്മൾ പിടിക്കുമല്ലോ, അങ്ങനെ പിടിച്ചു. നോക്കിയപ്പോൾ ആരാണ്? മാത്സിൻ്റെ സർ തന്നെ. क्या कर रहे हो? उन्होंने तेज स्वर में पूछा. എന്താ ചെയ്യണേന്ന് ഒച്ചയിൽ ചോദിച്ചു. मैं कांपने लगा. उन्होंने पास वाले लड़के की तरफ देखा. എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. അവൻ സാറ് അടുത്തുള്ള കുട്ടിയെ നോക്കി. ഉസ്കി കോപ്പി ലി ഓർ മേരി ഭി. അവൻ്റെ കോപ്പി എടുത്തു, എൻ്റെ കോപ്പി എടുത്തു. അതായത് പരീക്ഷ പേപ്പേഴ്സ് രണ്ടാളുടെയും എടുത്തു. ദോനോ കാ മിലാൻ കിയ. രണ്ടും സെയിം ആണെന്ന് നോക്കി. यह सब इतनी फुर्ती से, इतनी खामोशी से किया कि कक्षा के दूसरे लड़कों का ध्यान भी नहीं गया. ഇതൊക്കെ ഫുർത്തി സെ പറഞ്ഞാൽ ക്വിക്ക്ലി ചെയ്തു. ഓർ ഖാമോഷി സെ വളരെ പതുക്കിയാണ് ചെയ്തേക്ക് മറ്റുള്ളവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. मैं शर्म और तिरस्कार से जैसे ज़मीन में गड़ गया. शर्म നാണക്കേടും തിരസ്കാർ ഫുൾ ഓൺ നാണക്കേട് കാരണം ഭൂമി പിളർന്നു പോട്ടെ എന്നൊക്കെ രീതിയിൽ നമ്മൾ പറയുമല്ലോ, അതുപോലെ എൻ്റെ അവസ്ഥയായി. बाहर चलो. उन्होंने मेरे कान में धीमी कर കടക് ആവാസ് में कहा. കടക് ആവാസ് പറഞ്ഞാൽ ഹാർഷ് വോയിസിൽ അവർ പറഞ്ഞു വെളി നടക്ക്. डर के मैं कांपता हूँ मैं उठा और उनके पीछे बाहर चला गया. പേടിച്ചിട്ട് വിറച്ചിട്ട് ഞാൻ അവരുടെ പിന്നാലെ വെളിയിൽ പോയി. कक्षा के बाहर कोई मुझे देख ना ले, इस तरह वह मुझे ले गए और एक ज़ारेदार तमाचा लगाते हुए बोला, नकल करते हो. ക്ലാസ്സിൻ്റെ വെളിയിൽ കൊണ്ടുപോയി, പക്ഷെ ആരും കാണാത്ത രീതിയിലാണ് എന്നെ നിർത്തിയത്. എന്നിട്ട് ഒരൊറ്റ അടി തന്നിട്ട് ചോദിച്ചു, എന്താ കോപ്പി ചെയ്യാണോ? रोते रोते मैंने कहा मुझसे भूल हो गई, आगे से ऐसा कभी नहीं करूँगा. കരഞ്ഞ് ഞാൻ പറഞ്ഞു തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാൻ ചെയ്യില്ല.
उन्होंने मुझे अंदर भेज दिया। मैं समझ गया कि दूसरे लड़कों के सामने वे मुझे बेइज्जत करना नहीं चाहते थे. അവരെന്നെ പറഞ്ഞയച്ചു, ഉള്ളിലേക്ക് പറഞ്ഞയച്ചു. എനിക്ക് മനസ്സിലായി മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. മൻ ഹി മൻ മേനെ കൃതജ്ഞത അനുഭവി, ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് നന്ദി തോന്നി സാറിൻ്റെ അടുത്ത്. വേ ഓർ ഫിർ മേനെ ഷേ സവാലോ കോ പഠ, എന്നിട്ട് ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് വായിച്ചു. സൗഭാഗ്യ സേ മുझसे ഹൽ ഹോ ഗए, ഭാഗ്യം കൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പർ മേരാ ദിൻ ജൽത്താ കുർത്താ രഹ, പക്ഷേ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് നീരസത്തോടെ ജ്വലിക്കുന്നു. അതായത് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നൂലോ എന്ന ചിന്ത ഇങ്ങനെ അലച്ചിലൂടെ നടന്നു. പതാ നഹി യ മേരെ ഗുനാ കി വജഹ സെ താ അഥവാ മുझे दी गई സസാ കെ കാരൺ, അതെൻ്റെ കുറ്റബോധമാണോ, ഞാൻ ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധമാണോ, അതോ സാർ എന്നെ ഇങ്ങനെ അടിച്ചതിൻ്റെ ഒരു അതാണോ എന്ന് തോന്നാൻ തുടങ്ങി. ലേക്കിൻ ഉസ് രാത് പിതാജീനെ മുझसे पूछा ക്യൂം ആജ് ഗണിത് കാ പേപ്പർ കേസാ താ, അന്ന് രാത്രി എന്നെ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മാത്സിൻ്റെ പേപ്പർ. ഉസ് സമയ ना जाने किस बल पर, किस संस्कारों और प्रभाव से दबकर मैं बोल गया. सवाल तो सभी आते थे मुझे, पर मास्टर जी ने अकारण मुझसे കക്ഷാ മേ പരേഷാൻ കിയ, ഇസ്ലേ മേ ഉൽझन മേ പട് ഗയ. എങ്ങനത്തെ ധൈര്യത്തിലോ എന്ത് തോന്നലാണോ എങ്ങനെയാണോ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരുന്നു, എനിക്ക് അറിയായിരുന്നു. പക്ഷേ സാർ എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്ത കാരണം ഞാൻ ആകെ കൂടി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഉൽझन മേ പട് ഗയ പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിതാജി മേരി ഓർ താക്നെ ലഗെ, അച്ഛാ കിസ്നെ പരേഷാൻ കിയ, കേസെ കിയ. ഇത് കേട്ടതും അച്ഛൻ എൻ്റെ മേലെ ശ്രദ്ധ ചെയ്തിട്ട് പറഞ്ഞു, അതെയോ, ആരാ എന്നെ ഡിസ്റ്റർബ് ചെയ്തേ, എങ്ങനെയാ ചെയ്തേ. झूठ के रास्ते में मैंने घोड़ा दौड़ा दिया था. झूठ के रास्ते പറഞ്ഞാൽ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി നമ്മൾ 100 കള്ളം പറയുമല്ലോ, അതുപോലെ ഞാനും കള്ളം പറയാൻ തുടങ്ങി. घोड़ा दौड़ा दिया था और अब लगाम मेरे हाथ में नहीं था. പക്ഷേ കള്ളം പറഞ്ഞിട്ട് പിന്നാലെ കള്ളം പറഞ്ഞു, പക്ഷേ എനിക്കത് നിയന്ത്രിക്കാൻ ആയില്ല. मैं बोला ऑफिस में बुलाकर बिना बात मुझे തമാച്ച മാറ, ഓഫീസിൽ എന്നെ വിളിച്ചിട്ട് എന്നെ വെറുതെ സാറ് എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ഉन्होंने ആശ്ചര്യ സെ പൂച്ച ബിനാ ബാത് മാറ, അപ്പം അച്ഛൻ ചോദിച്ചു എന്താ വെറുതെ അടിച്ചോ. मैं नितांत दृष्ट बन गया था. നിതാന്ത് ദൃഷ്ടി പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ധിക്കാരിയായിപ്പോയിണ്ടായിരുന്നു ഞാൻ ആ സമയത്ത്. എന്നിട്ട് എന്താ പറഞ്ഞേ, ഹാ ബിൽക്കുൽ ബിനാ ബാത്, അല്ലെങ്കിൽ വെറുതെ എന്നെ അടിച്ചു. बोले तेरे पिता ने भवन निर्माण के लिए दान दिया तो मुझे बड़ा उपकार तो बहुत बड़ा उपकार नहीं किया. സർ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ അടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ, സ്കൂൾ ബിൽഡിങ്ങിന് വേണ്ടി കുറച്ച് പൈസ ദാനം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. പിതാക്കാ ചെഹ്റ തം തമ ഉഠ, മുഖം വിളറിക്കൊണ്ടായി. बोले अच्छा ऐसा कहा उसने. कुछ देर तक वह सोचते रहे, फिर बोले ठीक है जा सो जा. ഓ അങ്ങനെയൊക്കെ പറഞ്ഞോ, ആ ശരി നീ പോയി ഉറങ്ങിക്കോ. मेरे मुँह से मिथ्या शब्द अंगारे की तरह निकल गए. यदि मेरे पिताजी, അതായത് मेरे मुँह से मिथ्या शब्द अंगारे की तरह निकल गए. മിഥ്യാ ശബ്ദ് പറഞ്ഞാൽ കള്ളം, അങ്കാരെ പറഞ്ഞാൽ തീ പോലെ, അതായത് കള്ളം തീ പോലെ പാറാൻ തുടങ്ങി. यदि मेरे पिताजी ने प्रतिष्ठा को कुछ काम और सत्य को कुछ अधिक स्थान दिया होता तो उन अंगारों से मैं झुलस जाता और उस प्रदूषण से अवश्य बच गया होता. അതായത് അച്ഛൻ്റെ അന്തസ്സും റെസ്പെക്റ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് സത്യത്തിൽ എന്താ നടന്നതെന്ന് അച്ഛൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഉൻ അങ്കാരോസെ, ആ തീയിന്ന് ഞാൻ അവിടുന്ന് മാറിപ്പോയേനെ. और उस प्रदूषण से, ആ അഹങ്കാരത്തിൽ നിന്ന് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടേനെ. बाद में मेरी समझ में आया कि पाप की बहुत छोटी सी शुरुआत जब कोई व्यक्ति करता है तो उसके पीछे कितनी और दूसरी शक्तियाँ जुड़ी हुई होती है. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഒരു കള്ളം അല്ലെങ്കിൽ ഒരു പാപം ഞാൻ ഒരാൾ അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ പിന്നാലെ തന്നെ വേറെ പല കാര്യങ്ങളും അതിന് അറ്റാച്ച്ഡ് ആവും. എങ്ങനെ, അഗ്ലേ ഹി ദിൻ ജബ് മുझे पता चला कि गणित वाले मास्टर जी को नौकरी से निकाल दिया गया तो मुझे बहुत खुशी हुई. നെക്സ്റ്റ് ഡേ ഞാൻ അറിഞ്ഞു എൻ്റെ മാത്സ് ടീച്ചറിനെ
ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഓർ മുझे बहुत खुशी हुई, എനിക്ക് സന്തോഷമായി. ठीक हुआ वह उसी योग्य थे, ആ സമയത്ത് ഞാൻ എന്താ വിചാരിച്ചേ, ആ നല്ല കാര്യമായി പോയി അയാൾ പോയത്. इस घटना को घटे कई वर्ष बीत गए थे. इस घटना को घटे कई वर्ष बीत गए थे. मैं स्कूल ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞു. मैं स्कूल से कॉलेज चला गया. സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു. मैंने सुना कि उन मास्टर जी को बहुत कठिनाई झेलने पड़ी थी. ഞാൻ കേട്ടത് ആ മാസ്റ്റർ ജിക്ക് കുറേ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. बाद में स्कूल का ट्रस्टी मंडल बदल गया. പിന്നീട് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ടീം മാറി. मेरे पिताजी का देहांत हो गया. എൻ്റെ അച്ഛൻ മരിച്ചു. तब उन्हें फिर से नौकरी में लिया गया था क्योंकि वे बड़े ही विद्वान अध्यापक थे. എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ പിന്നെയും ജോലിക്കെടുത്തു. കാരണം അവർ ഭയങ്കര വിദ്വാൻ പറഞ്ഞാൽ ഭയങ്കര അറിവുള്ള ഒരു ടീച്ചർ ആയിരുന്നു. जानबूझकर निर्दोष अध्यापक जी के साथ उन दिनों मैंने जो अन्याय किया था वह शायद मुझे याद ना था. ആ സമയത്ത് നിർദോഷ് പറഞ്ഞ തെറ്റ് ചെയ്യാത്ത ഒരു അധ്യാപകൻ്റെ അടുത്ത് ഞാൻ വേണം വെച്ച് അങ്ങനത്തെ ഒക്കെ ചെയ്തപ്പോൾ ആ സമയത്ത് എനിക്കത് കുറ്റമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. पर अभी कुछ समय पहले ही मेरे एक मातहत व्यक्ति ने कंपनी के डायरेक्टर के पास जाकर मेरी झूठी शिकायत कर दी. മാതഹത് വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്, എൻ്റെ ഒരു സബോർഡിനേറ്റ് കമ്പനിയുടെ ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ എതിരെ ഒരു കള്ളസാക്ഷി പറഞ്ഞു. मेरे दिल में ഭയങ്കർ ക്ഷോഭ് हुआ പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷനായി, അതെൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടി. തബ് മുझे വേ ഗണിത് വാലെ അധ്യാപക് ജി യാദ് ഹോയെ, അപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. हरी बाडवाला वह छोटा सा मकान मैंने ढूंढ लिया. ഹരി ബാഡ്വാല പായലുള്ള ആ പച്ചപ്പ് നിറഞ്ഞ ആ വീട് ഞാൻ കണ്ടുപിടിച്ചു. സമുദ്രത്തട്ടിൽ ഇരുന്നിട്ടല്ലേ അദ്ദേഹം ഇത്രയും നേരം ടീച്ചറിനെ കുറിച്ച് ഓർത്തത്. അപ്പോൾ അവിടുന്ന് പച്ചപ്പ് നിറഞ്ഞ ആ ഒരു വീട് ഞാൻ കണ്ടുപിടിച്ചു. उसकी दीवारों पर काई जमी थी और छप्पर के खपरेल काले पड़ गए थे. അതിൻ്റെ ആ മതിലൊക്കെ പായൽ നിറഞ്ഞു. പിന്നെ ഛപ്പർ കെ ഖപ്രയിൽ പറഞ്ഞ മേൽക്കൂരയിൽ ഓടുകളൊക്കെ കറുത്തതായി മാറി. मकान के बंद दरवाजे के सामने मैं कुछ देर तक खड़ा रहा. അടഞ്ഞ ആ വീടിൻ്റെ മുമ്പിൽ ഞാൻ കുറച്ചു നേരം നിന്നു. अंगारों की तरह दहकते उन शब्दों को याद करता जो मुझे कभी का जला चुके होते, पर मैं जला नहीं था. ആ തീയിൽ വെന്തുരുകാനുള്ളതായിരുന്നു, പക്ഷേ ഇതുവരെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. अध्यापक जी को उस वक्त कैसा लगा होगा. ആ ടീച്ചറിന് ആ സമയത്ത് എങ്ങനെയാണ് തോന്നിയിട്ടുണ്ടാവുക. मेरे बारे में उन्होंने कितनी हल्की धारणा बनाई होगी. എന്നെക്കുറിച്ചിട്ട് എന്താ വിചാരിച്ചിട്ടുണ്ടാവുക. मेरे पिताजी ने जब उन्हें स्कूल से निकलवा दिया था तब उन पर कितना गलत आरोप मढ़ गया होगा. എൻ്റെ അച്ഛൻ ആ ടീച്ചറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോഴേക്കും അവരുടെ മേലെ എത്ര തെറ്റായ വിചാരങ്ങളായിരിക്കും എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ടാവുക. ലജ്ജ സെ മേരാ മൻ ആഹത് ഹോ ഗയാ, നാണക്കേട് കൊണ്ട് എൻ്റെ മനസ്സ് വേദനിക്കണു. और जब मैंने दरवाज़ा खटखटाने को धीरे से हाथ बढ़ाया तो पता चला कि दरवाजे पर ताला लगा है. ഞാൻ ആ വാതിൽ മുട്ടാൻ പോയപ്പോഴാണ് വാതിലിൽ പൂട്ട് കിടക്കുന്നത് കണ്ടത്. अध्यापक जी यहीं रहते थे तो मैंने पता लगा लिया था. ഇവിടെ തന്നെയാണ് താമസം എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. बाहर गए होंगे शायद अभी लौट आएंगे, വെളിയിൽ പോയിണ്ടാവും, ഇപ്പോൾ വരുന്നുണ്ടാവും. कुछ देर बाद गीली नरम रेत पर चक्कर लगाने के इरादे में समुद्र की ओर निकल गया. കുറച്ച് നേരം ഞാൻ മണലത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കടൽ തീരത്ത് തന്നെ പോയി. वहीं मैंने उन्हें देखा, അവിടെ ഞാൻ അവരെ കണ്ടു. वे समुद्र से बाहर आ रहे थे. उनके चेहरे पर सूर्य की धूप पड़ रही थी. അവർ കടലിൽ നിന്ന് മുങ്ങി വരികയായിരുന്നു. അവരുടെ മേലെ സൂര്യൻ്റെ ആ വെളിച്ചം വരികയായിരുന്നു. वृद्ध होने के बावजूद वृद्ध न दिखने वाले झुर्रियों रहित उनके चेहरे पर विचार मग्नता के भाव विद्यमान थे.
വൃദ്ധ ഹോനേക്കെ ബാവജൂദ്, അതായത് വയസ്സായിട്ടും കൂടി അത്രയും വയസ്സാവാണ്ട് ജുറിയോ രഹിത് ഉൻകെ ചേരെ, കുറച്ചൊക്കെ ഒരു ചുളിവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ വല്ലാത്ത ചിന്തകളിൽ മുഴുകുന്ന ആളായിരുന്നു. പിന്നെ വിദ്യമാനത്തെ, ഇപ്പോഴും ചിന്തകളിൽ മുഴുകുന്ന ഒരു വലിയ അറിവുള്ള വ്യക്തിയെ പോലെ തന്നെയായിരുന്നു കാണപ്പെട്ടത്. मैं सामने जाकर खड़ा हो गया, धीरे से कहा नमस्कार सर, ഞാൻ മുമ്പിൽ പോയിട്ട് നമസ്തേ എന്ന് പറഞ്ഞു. നമസ്കാർ. വേ റുക്കെ ഓർ മുझे गौर से देखने लगी, തിരിച്ചും നമസ്തേ പറഞ്ഞു, എന്നിട്ട് അതായത് തിരിച്ചും നിന്നിട്ട് നമസ്തേ പറഞ്ഞു, എന്നിട്ട് എന്നെ നോക്കാൻ തുടങ്ങി. पर ऐसा लगा कि मुझे ऐसा लगा नहीं कि मुझे पहचान गया, പക്ഷെ കണ്ടിട്ട് എന്നെ അറിഞ്ഞതായി തോന്നിയില്ല. हो सकता है उनके अनेक विद्यार्थी उनसे वर्षों के बाद मिले हो और उन्हें ना पहचाना हो. നമ്മളുടെ ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ ചിലവർക്ക് ഓർമ്മയുണ്ടാവും, ചിലവർക്ക് ഉണ്ടാവില്ലല്ലോ. അതുപോലെയാണ് ഈ ഒരു കേസും. വേ ഘർ കി ഓർ ജാനെ ലഗെ, അവർ വീടിൻ്റെ അടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ मैं भी साथ साथ चल पड़ा, ഞാനും ഒപ്പം പോകാൻ തുടങ്ങി. जैसे भी हो मैंने उनसे तुरंत क्षमा मांगना चाहा था, अपने कलंक को धोल डालना चाहता था. എങ്ങനെയാണെങ്കിലും എനിക്ക് അവരുടെ അടുത്ത് മാപ്പ് ചോദിക്കണമായിരുന്നു, എൻ്റെ ഉള്ളിലത്തെ ആ കറ കഴുകി കളയണമായിരുന്നു എനിക്ക്. उनके घर की ताज़ा चमकदार हवा में धुएं की हल्की सी രേഖ भी घुसने देना नहीं चाहता था. അതായത് അവരുടെ ആ വീടിൻ്റെ ഉള്ളിലത്തെ ആ ഫ്രഷ് എയറിൽ ഞാൻ എന്ന നെഗറ്റിവിറ്റി വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സർ മുझे पहचाना, मैं വിജയ് വക്കീൽ, आपने मुझे पढ़ाया था. സർ എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ വിജയ് വക്കീൽ, നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. मुझे लगा अपना पूरा नाम वकील बताते ही उन्हें एक साथ सब कुछ याद आ जाएगा. എനിക്ക് തോന്നിയത് വക്കീൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കെല്ലാം ഓർമ്മ വന്നിട്ടുണ്ടാവും, എന്തൊക്കെ അന്യായ്, അപ്മാൻ, റോഷ്, पर मैं उनसे क्षमा मांग लूँगा. എല്ലാം അന്ന് അനുഭവിച്ച എല്ലാ കഷ്ടതകളും അവർക്ക് ഓർമ്മ വന്നു എന്ന് ഞാൻ വിചാരിച്ചു, എന്നിട്ട് ഞാൻ അവരുടെ നിന്ന് മാപ്പും വാങ്ങിച്ചോളാം. സച്ചേ ദിൽ സെ ഉൻകാ ഉലാഹന സുൻ ലൂങ്ക, നിറഞ്ഞ മനസ്സോടെ അവരുടെ കംപ്ലൈൻ്റ് ഒക്കെ ഞാൻ കേട്ടോളാം. ഉലാഹന പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്സ്. बहुत ज़रूरी था यह उनसे भी बढ़कर मेरे लिए, ഭയങ്കര അത്യാവശ്യമായിരുന്നു, അവരെക്കാളും കൂടുതൽ അത് ഇപ്പോൾ എനിക്കായിരുന്നു അത് ആവശ്യം. वह थोड़े ठहरे, फिर से एक बार मेरी तरफ देखा. ഒന്ന് നിന്നു, എന്നിട്ട് പിന്നെ എന്നെ നോക്കി. अत्यंत निर्दोष भाव से बोले, विजय वकील याद नहीं आता तुम मुझसे पढ़ते थे किस वर्ष. അത്യന്ത് നിർദോഷ് ഭാവസെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എന്താ പറയുക, ഇന്നസെൻറ്റ് ഫീലിംഗ്, അതായത് ഒട്ടും ഓർമ്മയില്ലാണ്ട് അവർ പറഞ്ഞു, വിജയ് വക്കീൽ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ, ഏത് വർഷമാണ്. मैंने अत्यंत शर्म और संकोच के साथ कहा, जी मैं विनोद राय वकील का बेटा. അത്യന്ത് ശർമ്മ ഉള്ള ഫുൾ നാണക്കേടായിപ്പോയില്ലേ, ഒട്ടും ഓർമ്മയില്ലല്ലോ. ഓർ സങ്കോച്ച് പറഞ്ഞ ഒരു മടിയോടെ ഞാൻ പറഞ്ഞു, मैं विनोद राय वकील का बेटा, അച്ഛൻ്റെ പേര് പറഞ്ഞാലെങ്കിലും അവർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. एक क्षण के लिए मुझे उन्होंने इस नाम को याद करने का प्रयत्न किया, फिर हंसकर बोले. ഒരു മിനിറ്റ് അവർ ആ പേരും കൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു, എന്നിട്ട് തിരിച്ചിട്ട് പറഞ്ഞു, ഹൂ യാദ് നെഹി ആത്താ കുച്ച്, അബ് ഉമ്ര ഢൽ ഗയി ഹൈ നാ, ഇപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല, വയസ്സൊക്കെ ആയില്ലേ. बहुत कुछ भूल जाता हूँ लेकिन तुम कहते हो तो ठीक ही होगा. കുറേ കാര്യങ്ങളൊക്കെ മറന്നു, പക്ഷെ നീ പറഞ്ഞ സ്ഥിതിക്ക് അത് ശരി തന്നെയായിരിക്കും. चलो घर चलकर साथ साथ चाय पिए, तुम क्या करते हो इन दिनों कहाँ हो. ചലോ വീട്ടിൽ പോയിട്ട് ഒരുമിച്ച് ചായ കുടിക്കാം. നീയൊക്കെ എന്താ ചെയ്യണേ ഈ സമയത്ത്, ഈ ദിവസങ്ങളിൽ എവിടെയാ നീ. मेरे पिताजी बड़े ही प्रतिष्ठित व्यक्ति थे. എൻ്റെ അച്ഛൻ ഒരു വലിയൊരു പ്രതിഷ്ഠിത് വ്യക്തി എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു അന്തസ്സുള്ള വ്യക്തിയായിരുന്നു, ഒരു എമിനൻറ്റ് പേഴ്സൺ ആയിരുന്നു. मैं कंपनी में मैनेजर था, ഞാനൊരു കമ്പനിയിലെ മാനേജറും ആയിരുന്നു. लोग जिसे सफलता कहते हैं वह मैंने प्राप्त की थी, लेकिन इस क्षण मुझे लगा कि प्राप्त करने लायक मैं बहुत कुछ പ്രാപ്ത് നെഹി കിയാ താ मैंने. ജിസെ ലോക് സഫലത, ആൾക്കാർ പറയുന്ന സഫലതയൊക്കെ ഞാൻ, അതായത് സക്സസ് ഒക്കെ ഞാൻ നേടിയെടുത്തു. പക്ഷേ ഈ ഒരു ടൈമിലാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ നേടിയെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ നേടിയെടുത്തിട്ടില്ല.
सफलता, प्रतिष्ठा, धन संपत्ति से भी बढ़कर उत्तम वस्तुएं होती है जीवन में जो मैं प्राप्त नहीं कर सका. സക്സസ്, ഒരു എമിനൻ്റ് ആയിട്ടുള്ള വലിയൊരു മനുഷ്യനായി ആവാം. പിന്നെ ധൻ സമ്പത്തി പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എല്ലാം ഞാൻ നേടി. പക്ഷെ അതിനേക്കാളും കൂടുതൽ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ നേടിയിട്ടില്ല. മേരാ മൻ തിക്ത് ഉദാസ് ഹോ ഗയാ. തിക്ത് പറഞ്ഞാൽ ബിറ്റർ അല്ലെങ്കിൽ കയ്പേറിയ പോലെയായി, ഭയങ്കരമായിട്ട് സങ്കടം തിങ്ങി നിറഞ്ഞ പോലെയായി. ജിനെ മേ യാദ് നെഹി ഉൻസെ ക്ഷമ കേസെ മാങ്കു. ഓർമ്മയില്ലാത്ത ഒരാളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് മാപ്പ് ചോദിക്കുക. ഉൻകെ മൻ മേ ഉൻകി സ്മൃതി മേ മേരാ അസ്തിത്വ തക് നഹി ഹെ. അവരുടെ ഓർമ്മയിൽ ഞാൻ ഉണ്ടോ പോലും അറിയില്ല. मकान का दरवाज़ा खोलते हुए उन्होंने कहा, तुमको मैं जानता नहीं, गणित में तुम्हारी रुचि थी क्या? നിന്നെ എനിക്കറിയില്ല, നിനക്ക് മാത്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഘോസ് की एक किताब हाल ही में आई है. ഘോസ് പറഞ്ഞ ഒരു റൈറ്ററിൻ്റെ പേരാണ്. അവരുടെ പുസ്തകം ഇപ്പോൾ വന്നിട്ടുണ്ട്. बहुत ही अच्छी है, നല്ലതാണ്. तुम देखना चाहोगे, നിനക്ക് വേണോ? और व्यवस्थित ढंग से सजा कर रखी हुई किताबों की अलमारी में वे किताब ढूंढने लगे. और व्यवस्थित ढंग से പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ വെച്ചിരിക്കുന്ന ആ ലൈബ്രറി പോലെ ഒരേ രീതിയിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ ഇടയിൽ ആ പുസ്തകം തിരയാൻ തുടങ്ങി. एक सज्जन और सच्चे इंसान की स्मृति से ही संपूर्णतया हट जाना कोई मामूली सज़ा नहीं है. ഒരു നല്ലൊരു വ്യക്തി, ഒരു റിയൽ പേഴ്സൻ്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോണ തന്നെ വലിയൊരു ജാന കോയി മാമൂലി സസാ നീ, അത് തന്നെ വലിയൊരു പണിഷ്മെൻറ്റിൻ്റെ രൂപത്തിലാണ്. ലേക്കിൻ ക്യാ സഭി അപരാധവും കെ ലിയെ ക്ഷമ മിൽ സക്തി ഹെ. പക്ഷെ ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടി മാപ്പ് എങ്ങനെയാണ് ചോദിക്കും? അതിന് മാപ്പ് കിട്ടുമോ? അതൊരിക്കലും ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും വേണമെങ്കിൽ കമൻറ്റിൽ പറയുക.